സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. വേഗം നോക്കിയാലും ഉണ്ണേ അഞ്ഞ ആൾക്കാർ കാണാനല്ലേ. അബിഹംദിഹി എന്താ എന്റെ അടിയിൽ പോയി നോക്കണം. എന്താ ആണാ വേണ്ട നോക്കുക. ഇങ്ങോട്ട് വായുണ്ണേ, ഇങ്ങോട്ട് പോരാ. ആൾക്കാർ ഇത് കുറെ കാണാൻ അറിയുന്ന സുമേഷേട്ടാ ഇങ്ങനെ എന്തിനപ്പ അത് നോക്കണേ. പുറത്തുനിന്ന് വന്നവര് കാണട്ടെ. നമ്മളിവിടെ ഉള്ള ആൾക്കാരല്ലേ, ഞങ്ങൾക്ക് പിന്നെ കാണാലോ. ഇവിടെ പോന്നോളി, നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളി. സുബ്ഹാനല്ലാഹി കുഴപ്പമൊന്നുമില്ല. സുബ്ഹാനല്ലാഹി അതെ ഇനി ഇങ്ങോട്ട് വരാൻ കണ്ട നിങ്ങൾ കായ് അവിടെ വെച്ചോളി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇതെന്താണിത്? അപ്പൊ കണ്ടില്ലപ്പ നിങ്ങള്. ഇതിപ്പോ നാനാ ഭാഗത്തുനിന്ന് ആൾക്കാർക്ക് കാണാനായിട്ട് പടച്ച റബ്ബിന്റെ എന്തൊക്കെ കുതിർത്തുണ്ട്. എന്റെ സുമേഷേട്ടാ പഴയ കാലത്ത് പടച്ച റബ്ബ് മൂസാ നബിക്ക് ഒരു കഴിവ് കൊടുത്ത എന്താ വെച്ചണ്ട, ഒരു വടി, ആ വടി നിലത്തട്ട അത് അപ്പൊ അങ്ങോട്ട് പാമ്പാവും. അപ്പൊ അങ്ങനത്തെ അതേമാതിരി ഈസാ നബിക്ക് കൊടുത്തിട്ടുള്ള കറാമത്ത് അത് എന്താ വെച്ചാൽ ഈ കുഷ്ഠരോഗികളെ ചികിത്സിക്കുക, അതേമാതിരി കണ്ണു കാണാത്ത ആൾക്കാർക്ക് കാഴ്ച ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ പടച്ചവന്റെ അനവധി കുതിർത്തുകൾ ഉണ്ടായിട്ടുണ്ട് റബ്ബേ. ഇപ്പൊക്ക് 10 വയസ്സൊക്കെ ഗതിയില്ലാണ്ട് എന്റെ കുടുംബത്ത് കുത്തിരിക്കണ നേരത്ത് 10 കായ്ക്ക് കിട്ടാനും ഈ നാട്ടുകാർക്ക് ഒരു കാഴ്ച ഉണ്ടാക്കാനും വേണ്ടിട്ട് അള്ളാഹുവിന്റെ ഒരു കുതിർത്തായിരിക്കും. അല്ലാണ്ട് ഇപ്പൊ എന്താ ഞാൻ പറയാ അതിനൊക്കെ. മുമ്പ് തെയ്യത്താൻ പറമ്പ് ഉണ്ടായി. തെയ്യത്താൻ പറമ്പ് ഒക്കെ മയ്യത്തായിട്ട് കാലത്രയായി. ഇതിപ്പോ ഒന്നല്ല, കിയാമത്ത് നാളെടുക്കാറായി എന്നാ പറയണത്. പല പല കാഴ്ചകളല്ലേ ഇപ്പൊ കണ്ടോണ്ടിരിക്കണത്. ഭൂമി കുലുങ്ങലും വെള്ളം കയറലും സുനാമി എന്നൊക്കെ പറഞ്ഞിട്ടേ ഇതിപ്പോ എന്താന്നറിയില്ല. പടച്ച റബ്ബ് ഓരോരുത്തർക്കും ഓരോ ഹറാമത്തും ഓരോ കുതിരത്തൊക്കെ. ശ്യാമളെ അത്ഭുതം. ഇപ്പൊ ഇതൊക്കെ തന്നെ പെടുത്ത അത്ഭുതം. അതാ കണ്ടു നോക്ക്. സത്യം അതാ കൂട്ടാനാണ് ആ കിടക്കണത്. ഉണ്ടോ? അല്ല അത് പെണ്ണുങ്ങൾക്ക് തൊടാൻ പറ്റുമോ? അത് കുഴപ്പമൊന്നുമില്ല. നോക്കിട്ട് അവിടെ തന്നെ വെച്ചോളൂ. പടച്ചോന്റെ പോലെ ഇതല്ലേ. അവിടെ നോക്ക്. എന്തിനാ പായക്കെടുത്ത് പൊന്തിക്കണേ? എന്താ തൊട്ട് നോക്കണേ? ഈ ചോറും ഞാൻ വന്നാ വേണ്ടാത്ത അസുഖങ്ങൾ വലിച്ചു വെക്കണ്ട. അതും ഇതൊക്കെ കാട്ടി കൂട്ടിയിട്ട്. അല്ല കോയക്ക, ഇതിപ്പോ എന്താ കഥ? കഥ എന്ന് ചോദിച്ചാ എന്റെ ചാമള കഥ ഒക്കെ വലിയ കഥ തന്നെയാണ്. ആ ഇരിക്കണ വള കണ്ടില്ലേ, അത് സൂറാടെ വളയണായി. അത് വെള്ള കളറായി. പറഞ്ഞുതരാം. ഓൾക്കൊരു പരാതി ഉണ്ടല്ലോ. ഓളുടെ സ്വർണ്ണൊക്കെ എടുത്തിട്ടാണ് ഇവിടെ കരീമ് ഗൾഫിലേക്ക് പോയി എന്നൊക്കെയാണല്ലോ ഓളുടെ പരാതി എപ്പോഴും. ബാപ്പ പറഞ്ഞിട്ടാണ് നിന്റെ സ്വർണ്ണൊക്കെ ഉണ്ടായിരുന്ന സ്വർണ്ണൊക്കെ ഞാൻ അടുത്ത് ഊരി കൊടുത്തത്. ഇപ്പൊ അതൊക്കെ കൊണ്ടുപോയി ഇപ്പൊ ഒരു സ്വർണ്ണിട്ട് എടുത്തു തരുന്നില്ല. വീട്ടിലേക്ക് പോകാൻ പറ്റണില്ല. അതാണ് അവളുടെ എന്താ കുടുംബത്ത് കല്യാണമൊക്കെ ഉണ്ട് ഇപ്പൊ. അതിന്റെ ഞാനൊന്നും ഉണ്ടല്ല, ചാന്നും ഉണ്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇവളുണ്ട് ഇങ്ങനെ പാഞ്ഞോണ്ട് ഇങ്ങട് വരണ എന്റെ അടുത്തേക്ക്. വാപ്പ ഇങ്ങോട്ട് ഓടി വരെ ഇങ്ങോട്ട് നോക്ക്. എന്റെ വള കണ്ടില്ലേ എന്റെ സ്വർണ്ണം? നോക്കിയപ്പോ എന്താ സ്വർണത്തിന്റെ വളൊക്കെ ഉണ്ട് വെള്ള കളറ്. ഇവളിങ്ങനെ കിടന്ന് കരയുണ്ട്. ഞാൻ നോക്കിയപ്പോ ഉണ്ട് അടുപ്പത്ത് കൂട്ടങ്ങനെ കിടന്ന് തിളക്കണ്ട്. ഞാൻ പറഞ്ഞു ഇജ്ജെന്ത് പണിയാടേ കാട്ടിയത്? ഇവിടെ വെറുതെ കായ് ഇങ്ങനെ ചെലവാണ്. ആ ഗ്യാസ് ഒന്നും ഓഫ് ആക്കാറുന്നില്ല എനിക്ക് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വാപ്പ എന്താ പറഞ്ഞത്? നേരെ എത്രയായി കൂട്ടാൻ വെച്ചിട്ട്? ഇപ്പൊ സമയം എത്ര അയച്ചിട്ടാ? ഗ്യാസൊക്കെ എപ്പോ ഓഫ് ചെയ്താന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ഗ്യാസ് കത്തണമൊന്നുമില്ല. കൂട്ടങ്ങനെ കിടന്ന് തിളക്കണുണ്ട്. അപ്പൊ എന്തോ ഒരു കളി ഇവിടെ പടച്ചോന്റെ നടക്കണുണ്ട് നിക്ക് മനസ്സിലായി. എന്റെ പൊന്നാര മാളെ, അപ്പ തുടങ്ങിയ തേളയാണ് ആ കൂട്ടാൻ. ഇപ്പൊ ഏതൊക്കെ രാജ്യത്തുനിന്ന സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് കാണിച്ചിട്ടാ അത്രക്ക് ഇതായി. അല്ല ഇജ്ജ എവിടെ ആയിരുന്നു? ഇത് ഇന്നലെ തുടങ്ങിയ ആൾക്കാർ ഇവിടെ വരണേ. എന്തൊക്കെ ഞാനിത് വന്ന വഴിക്കൊക്കെ ആൾക്കാര് പറയുന്നുണ്ട് ഇവിടെ സംഭവം ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് വരാനൊക്കെ ഉണ്ടേ. ഇന്നലെ വീട്ടില് വേറൊരു പുകില് ഉച്ചക്ക് ഊണും കഴിഞ്ഞിരുന്ന മനുഷ്യനാ പെട്ടെന്ന് സുഖമില്ലാതായി. വയറിളക്കം. അതെ, ഡോക്ടറെ കാണിക്കാൻ കൊണ്ട് ചെന്നത്. അവിടെ കിടക്കാൻ പറഞ്ഞു ഡോക്ടർ. ഒന്നും വേണ്ട, ഒരു കാര്യം ചെയ്യ്. ഇതൊന്നൊരു ഇത്തിരി കൂട്ടാർത്തട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് അങ്ങോട്ട് വായിലേക്ക് വെച്ചു കൊടുക്ക. ഇപ്പൊ ഒന്നും കഴിച്ചൂടാ.
അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 2 ദിവസം കഴിയട്ടെ. എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്നാ ഞാനും കൂടി ചെല്ലട്ടെ. ഉച്ചക്ക് ഇട്ടെറിഞ്ഞിട്ട് പോയത് ആകെ അലങ്കോലായിട്ട് കിടക്കാം ഇവിടെ. ശരി ശരി. ഇനി ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും മൊത്തം ഇട്ടിട്ടുണ്ട്. ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും. ആയിക്കോട്ടെ, കാണട്ടെ. കാണാത്തവരൊക്കെ വന്ന് കാണട്ടെ. ലോകാത്ഭുതങ്ങൾ 7 നമുക്കറിയാം. ഇവിടെ ഇതാ 8ാമത്തെ ഒരു അത്ഭുതം. ഇത് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ കേരളേശ്വരപുരം പഞ്ചായത്തിലെ കോഴിപ്പറമ്പിൽ കോയക്കിഴ വീട്ടിലാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്കൊന്ന് ചോദിക്കാം. നമസ്കാരം കോയ സ്വാമി. അസ്സലാമലൈക്കും. പറഞ്ഞോ, കേട്ടോളൂ പറഞ്ഞോ. ഞാന് ഇത് പിടിക്കണ്ട പറഞ്ഞു. അതായത് ഇതിപ്പോ എന്താണ് യാതൊരു പിടുത്തമില്ല. ഇത് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഓരോ കറാമത്തൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. പടച്ചോന്റെ ഇതെന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ നമുക്ക്. ഇതിപ്പോ എന്റെ കുടുംബത്ത് ഇങ്ങനെ ഇതേമാതിരിക്ക് ഒരു കാഴ്ച കണ്ട്, അപ്പൊ അതിങ്ങനെ കൂട്ടാൻ തിളച്ചിട്ട് ഇങ്ങനെ നിക്കണില്ല. അപ്പൊ കുറെ ദിവസങ്ങളായിട്ട് അങ്ങനെയാണ്. പിന്നെ വീട്ടിലിങ്ങനെ അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം തന്നേക്കാവും. അതാണ് ഇപ്പൊ ഞാൻ വിചാരിക്കണത്. അതേട്ടാ ഈ ചെയ്തോണ്ടിരിക്കുമ്പോഴേ ഒരു 2 പേര് ഇവരുടെ പുറകെ കൂടി ഒന്ന് പാസിംഗ് അവരവിടെ നിൽക്കട്ടെ. അത് ഫ്രെയിം റിച്ച് ആകാൻ 2 പേര് വേണം. മിസ്റ്റർ കോയ സാഹിബ്, തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറി വെച്ച ചട്ടി എവിടുന്നെങ്കിലും പ്രത്യേകമായിട്ട് വാങ്ങിയതാണോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ചട്ടിയാണോ? അതിനെ കുറിച്ചൊന്ന്. ഇതിപ്പോ ഞങ്ങളിപ്പോ നേർച്ചക്ക് പോയപ്പോ അവിടെ കച്ചവടമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊരു ചട്ടി മണ്ണിന്റെ ചട്ടിയാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. അതിന് വേറെ അത്ഭുതമൊന്നുമില്ല. അത് പടച്ചോന്റെ ഒരു ഇത് തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നും. അതില് ഇപ്പൊ മാതിരി ആ കുട്ട കയ്യുമ്പോ കിടക്കണ വള സ്വർണ്ണവളയായിരുന്നു. അത് 2 അങ്ങോട്ട് വെള്ളയായി. സ്വർണ്ണവള വെളുത്തു. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മള് സ്വർണത്തിന്റെ കളറ് മാറിപ്പോണ? കോയ സാഹിബ് അതിന്റെ കോയ സാഹിബിയുടെ മുമ്പിലെ തലമുറയോ ആരുടെയെങ്കിലും കാലത്ത് ഇതുപോലത്തെ വല്ല ദൃഷ്ടാന്തം, അത്ഭുതം, അനുഭവം എന്തെങ്കിലും ഓർത്ത് പറയാൻ പറ്റുമോ? ഉണ്ടായിട്ടില്ല. ഉണ്ടായിണ്ടോ വെച്ചാല് ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? അത് പിന്നെ ചെറുപ്പകാലത്ത് ഞങ്ങൾ 5-8 മക്കളാണ്, എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും. അപ്പൊ ഞങ്ങൾ ഈ കുട്ടികള് അന്ന് ഭയങ്കര ദാരിദ്ര്യമാണല്ലോ. ഈ ദാരിദ്ര്യ കാലത്ത് ഈ കുട്ടികളൊക്കെ അങ്ങനെ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ നിൽക്കണ നേരത്ത് എല്ലാവർക്കും തലയിൽ തിരിച്ച് എണ്ണ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ ഉണ്ടാവില്ല എണ്ണ. അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്ത് 8ാമത്തെ ആളായ എന്റെ തലയിൽ ഒഴിക്കാൻ നോക്കുമ്പോ എണ്ണ ഉണ്ടാവില്ലോ എന്നുള്ളൊരു വിഷമം എന്റെ ഉമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. തീരുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്തിന് പറയണ്, ഇതിങ്ങനെ ഒഴിച്ച് എന്റെ തലയിൽ അങ്ങോട്ട് ഒഴിക്കാൻ കൊണ്ടുവന്നപ്പോ ഒരു കുപ്പി എണ്ണ അങ്ങോട്ട് നിറഞ്ഞ് ഈ കുപ്പിയില് തന്നെ നിറഞ്ഞു. അപ്പൊ ഇതെന്താണ് ഇത് ഉമ്മ അങ്ങനെ വിചാരിക്കുകയും ചെയ്ത് ഇത്ര. അല്ല, എന്റെ ഉമ്മ പറഞ്ഞാണ്. അതേമാതിരിക്ക് ചോറ് വിളമ്പുമ്പോ ഇത് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇങ്ങനെ ചോറ് വിളമ്പോ ഞങ്ങളപ്പോ 8 മക്കളെ, ഞാൻ പറഞ്ഞല്ലോ ദാരിദ്ര്യമുള്ള കാലാണ്. അപ്പൊ മീനൊക്കെ അങ്ങ് കൂട്ടാൻ വെച്ചാൽ എല്ലാവർക്കും ഒന്നും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. എന്നാലും എല്ലാ കുട്ടികൾക്കും ചെറിയ കഷ്ണം കൊടുക്കണ്ടേ വെച്ചിട്ട് ഇങ്ങനെ മീൻ കഷ്ണം അങ്ങനെ ഇട്ടിട്ട് വന്നപ്പോ തികയാതെ വന്ന് ചാറ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ഉമ്മാക്കൊരു വിഷമം. അപ്പൊ ഒരു കഷ്ണം ഇല്ലല്ലോ വെച്ചിട്ടോ എന്റെ മോനക്ക് അവസാനം ഇട്ട് കൊടുക്കാനില്ലല്ലോ വെച്ചിട്ട് ഉമ്മ കൂട്ടാൻ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങോട്ട് എടുക്കലും വല്ലാത്തൊരു മീന്റെ കഷ്ണം. അപ്പൊ ഉമ്മ വിചാരിച്ചു ഇന്നത് വാപ്പാക്ക് കൊടുക്കാം. നമുക്ക് അതല്ല അറിയേണ്ടത്. അതന്നെ ഞാൻ പറഞ്ഞേ. മീൻകറി വാപ്പാക്ക് കൊടുത്തല്ല, നമുക്ക് അത്ഭുതാണ് ഈ പറയണത്. നിങ്ങളെ പറഞ്ഞു തീരുന്നേറ്റ് മുമ്പ് വേറെ ഉണ്ടാക്കിയാലോ. അങ്ങനെ ഈ മീന്റെ കഷ്ണം എന്തിനു ചെയ്യണു, വാപ്പാക്ക് കൊടുക്കാലോ വെച്ചിട്ട് വാപ്പാടെ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇടലും ഇതങ്ങോട്ട് മുള്ളായി തീർന്നു. അങ്ങനെ എന്താ ചിരിക്കണേ? അവനങ്ങനെയുള്ള വിടലി കേട്ടാവച്ചിരിക്കും. ഇല്ലാത്ത കഥ തന്നെ ഇവരടുത്ത് ചോദിച്ചില്ല. എങ്ങനെ എത്ര കഥ ഇവർക്ക് എത്ര കഥ ഞാൻ പറഞ്ഞു കൊടുത്തേക്കണ. ഇതിന്റെ എടുത്ത് കാണിക്കാൻ ഇവനങ്ങള് മാറ്റിക്കോളിട്ടോ. ഇടക്കിടക്ക് ചിരിക്കുക തന്നെയാണല്ലോ. അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്താണ് പദ്ധതി? എനിക്ക് ചിരിക്കാൻ കഥ ഉണ്ടാക്കലല്ലേ പണി. നമുക്ക് ഇനി എന്താണ് അടുത്ത പരിപാടി? ഈ തിളക്കുന്ന ചട്ടിയും മീനും ഇപ്പൊ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇനി എന്താണ് അടുത്ത ഒരു പരിപാടി? എന്താ വെച്ചാ ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു തിരക്കൊക്കെ കാണുക വെച്ചാല് ഞാനിവിടെ പറമ്പൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു സൗകര്യത്തിന് ഒരു പെര പോലെ ഇവിടെ കെട്ടിയിട്ട് ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് വരാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാം. ഈ ചട്ടി അതിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചാലേ
അങ്ങനെ ഒരു ഇത് ചെയ്യാച്ചിട്ടാണ് ഇപ്പൊ ഞാൻ വിചാരിക്കണത്. അള്ളാഹു തന്നൊരു ഇതല്ലേ. ഈ കോയ സാഹിബിന്റെ ക്ഷീണകാലത്ത് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഇതെല്ലാവർക്കും ദർശിക്കാൻ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി വീടിന്റെ എന്താ ഞങ്ങളെ എന്ത് ഇവിടെ ഉണ്ടായില്ലേ അത്ഭുതം? എന്റെ വീട്ടിലുണ്ടായി. എന്ത് എന്തായി? ഇന്നലെ ഞാൻ ആശുപത്രിയിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അതിന് മുമ്പായിട്ട് മീൻകറി വെച്ചിട്ടാ പോയത്. ഇപ്പൊ തിരിച്ചു വന്ന് നോക്കുമ്പോ എന്റെ വീട്ടില് മീൻകറി തിളച്ചോണ്ടിരിക്കുന്നു. എവിടെ ചേച്ചിയുടെ വീട്? നമുക്ക് അതും കൂടി പോയിട്ട് ഇവിടെ തിളക്കണ മാതിരി അവിടെ തിളക്കല്ലേ റബ്ബേ. എന്തിനാ അങ്ങനെ കൊണ്ടാണ് ഓടിഞ്ഞ അവിടെ ആവശ്യം വരും. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മീനില്ലാത്തൊരു ഭക്ഷണശീലം മലയാളിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. എന്നിട്ടും നമ്മുടെ അടുക്കളയിൽ വേവുന്ന മീനിന്റെ ഗുണനിലവാരം അളക്കാൻ നമുക്ക് യാതൊരു സംവിധാനങ്ങളുമില്ല. ദേശീയ ശരാശരിയുടെ 4 ഇരട്ടിയാണ് മലയാളിയുടെ മീൻ ഉപയോഗം. ഇത് മനസ്സിലാക്കി ലാഭം മാത്രം കൊയ്യുന്നതിന് വേണ്ടി ഇടനിലക്കാരായ കച്ചവടക്കാരാണ് മത്സ്യത്തിൽ മായം ചേർക്കുന്നത്. ഇന്ന് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നു വിഷം തിന്നുന്ന മലയാളി. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് സുഗതൻ, മത്സ്യ വ്യാപാരിയും എക്സ്പോർട്ടറുമായിട്ടുള്ള മിസ്റ്റർ മന്മഥൻ. അതെ, മത്തി മന്മഥൻ. അതെ അതെ മത്തി മന്മഥൻ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥ ശ്രീമതി മണ്ടോദരി. വിഷം ചേർത്ത മീൻകറി പടച്ചോന്റെ അത്ഭുത പ്രതിഭാസമാണെന്ന് തെറ്റിദ്ധരിച്ച പാവം കോയ. മിസ്റ്റർ മന്മഥൻ, മത്സ്യ കച്ചവടക്കാരനായ താങ്കളോടാണ് എന്റെ ആദ്യത്തെ ചോദ്യം. 400-500 ടൺ മത്സ്യം കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിലേക്ക് കയറ്റി അയക്കുന്ന മംഗലാപുരം തുറമുഖത്ത് ഒരു ദിവസം രാവിലെ നടക്കുന്നത് 5-6 കോടിയുടെ മത്സ്യ കച്ചവടമാണ്. നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന മത്സ്യം ശുദ്ധമായതാണോ അതോ മായം ചേർത്തതാണോ? സത്യശീല, ചുമ്മാ വെടുവായ്ത്തരങ്ങൾ പറയല്ലേ. ഇത് ആളുകൾ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്ന പരിപാടിയല്ലേ. ഈ 500-600 ടണ്ണ് മീൻ പിടിച്ചിട്ട് അതിൽ വിഷം ചേർക്കാൻ ഞങ്ങൾക്ക് എന്തൊരു പ്രാന്തുണ്ടോ? ഈ വിഷങ്ങൾ വാങ്ങിച്ചതിൽ ചേർക്കാനുള്ള പൈസ ആരും നിങ്ങൾ തരുമോ? പിന്നെ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് കുറച്ചു നാൾ മുമ്പ് കോഴികൾക്കായിരുന്നു തീനം. അങ്ങനെ കോഴികൾ തിന്നാതെ അത് കഴിഞ്ഞപ്പോൾ പച്ചക്കറിയിലാണ് തീനമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആളുകൾ പച്ചക്കറി തിന്നാതെയായി. പച്ചക്കറികൾ കൃഷികൾ തുടങ്ങി വീടുകളിൽ. ഇനിയിപ്പോൾ അടുത്ത മീനുകളിലായി. ഇനിയിപ്പോൾ ഞങ്ങളെപ്പോലുള്ള മീൻ ഉപയോഗിക്കുന്ന ആളുകളെ കഞ്ഞിപിടി മുട്ടിക്കണം. അപ്പൊ മത്സ്യം കേടുവരാതിരിക്കാൻ വേണ്ടി രാസപദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് അനിയാ സത്യശീല. എനിക്ക് ചേട്ടനൊന്നുമില്ല, പറഞ്ഞു. എന്നാ അളിയാ സത്യശീല, അതായത് നമ്മളെ മീൻ പിടിക്കാനായിട്ട് കടലിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു വെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ബോട്ട് തിരിച്ചു വരും. ചിലപ്പോൾ ദിവസങ്ങൾ കൂടുതൽ എടുത്തുന്നിരിക്കും. ഇത് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്നത് എത്രയും പെട്ടെന്ന് ചെറു വ്യാപാരികളെ ഏൽപ്പിച്ച് ഇത് വിറ്റ് തീർക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. അതിനിടയ്ക്ക് ഈ മായം ചേർക്കാനുള്ള സമയം എവിടെ കിട്ടും? കണ്ണട ചിരിട്ടാകരുത് മിസ്റ്റർ മന്മഥൻ. കണ്ണട നമുക്ക് തിരിച്ചു വരാം മിസ്റ്റർ സുഗതൻ. ഇത് തിരിച്ചു വരാൻ ഇത് ബോട്ടാ കടലിൽ പോകും. തിരിച്ചു വരാൻ അത് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങൾ പറയും. മിസ്റ്റർ സുഗതൻ, എനിക്ക് എന്നെ പറയാൻ സമ്മതിക്കും. ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ. മന്മഥൻ പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതിപ്പോ നിങ്ങൾ ഈ നേരത്തെ സംസാരിച്ചല്ലോ, ഈ ചാള മന്മഥൻ. അതെ സാറേ, ചാളയല്ല, മത്തിയാ കേട്ടോ. മത്തിയാണ്. എനിക്കിപ്പോ ഈ മത്തിയായാലും ചാളയായാലും മന്മഥനായാലും ഒക്കെ ഒന്നുമല്ലേ. അപ്പൊ അദ്ദേഹം തന്നെ പറയണ്ടേ, ഈ ബോട്ട് മത്സ്യത്തിനായിട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 3 ദിവസം 4 ദിവസം ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ആവും കരയിലെത്താൻ. എന്നിട്ട് ആ മത്സ്യം ചെറുകിട കച്ചവടക്കാരിലെത്താൻ ഒരാഴ്ചയാവും എന്നൊക്കെ പറഞ്ഞു. ഒരു 10-15 ദിവസമെങ്കിലും ആവും കടലിൽ നിന്ന് പിടിച്ച ഈ മത്സ്യം ഒരു സാധാരണക്കാരന്റെ കയ്യിലെത്താൻ. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് മരിച്ച് ബോഡി നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ഒരു 10 ദിവസമെങ്കിലും എടുക്കും. ആ ബോഡി ഇവിടെ കൊണ്ടുവന്ന് തുറന്നു നോക്കി കഴിഞ്ഞാലോ 2 മിനിറ്റ് മുമ്പ് മരിച്ച ഒരാളുടെ ബോഡി പോലെ ഇരിക്കും. ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ ഇതിന്റെ സംഭവം? ഫോർമാലിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശവം കേടുവരാതിരിക്കുന്നത്. ആ ഫോർമാലിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യത്തിൽ ഇവർ കലർത്തി കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് 15 ദിവസം കഴിഞ്ഞ മീൻ ഇപ്പൊ പിടിച്ച മീൻ പോലെ ഇരിക്കുന്നത്. മംഗലാപുരത്തു നിന്ന് വന്ന മീനുകൾ മുഴുവനും തിരിച്ചയക്കാനുള്ള കാരണം അതെന്താണ്? സുഗതൻ സാറേ, നിങ്ങൾ ഈ മണ്ണും പുണ്ണാക്ക് പറഞ്ഞുള്ള വർത്താനങ്ങൾ പറയും. എന്തിനാണ് നിങ്ങൾ ഈ മട്ടാഞ്ചേരിയുടെ കാര്യം പറയാം, മലേഷ്യയുടെ കാര്യം പറയല്ലേ? അത് അവിടെ മംഗലാപുരത്ത് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നൊക്കെ പറഞ്ഞിട്ട് അത് കാര്യമല്ല. നിങ്ങൾ തെളിവുണ്ടായി കൊണ്ടുവരി. ഞാൻ ഉറപ്പായിട്ടും പറയും, തെളിയിച്ചു കഴിഞ്ഞല്ലോ. സാറേ, നമുക്ക് ഇപ്പൊ ഇവിടെ ഉള്ള സംവിധാനത്തില് ബോട്ട് ഉപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കാൻ പോകാൻ പറ്റുള്ളൂ കടലില്. സാറ് ഭരണകൂടത്തിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും പ്ലെയിന് തരാൻ പറയണം. ഞങ്ങളപ്പോ പ്ലെയിനിൽ പോയി മീൻ പിടിച്ചിട്ട് അന്ന് തന്നെ കൊണ്ടുവരാം. സൗകര്യം ഉണ്ടാവും. അവ നല്ല പച്ച പിടക്കണ മീനോടെ കൊണ്ടൊക്കെ തരാൻ പറ്റും. ഇയാളെന്തായി പറയണം? ഈ വിമാനത്തിലേക്ക് എങ്ങനെ കടലിൽ നിന്ന് മീൻ പിടിക്കാൻ? ചെയ്യുന്ന തെറ്റുകളെ കൊണ്ട് ഇല്ല മിസ്റ്റർ മന്മഥൻ, ഇത് കടലിലാണ് പോണത്. നമ്മൾ ഇവിടുന്ന് എറണാകുളത്തോ അല്ലെങ്കിൽ അവിടെ ഇവിടെ പോയോ അല്ല പിടിക്കുന്നത്, വെള്ളത്തിലാണ്.
അവിടെ തിരയുണ്ട്, മീനുണ്ട്, സ്രാവുണ്ട്. അതിന്റെ ഇടയ്ക്ക് നിന്നാണ് ഈ കഷ്ടപ്പെട്ട് മീൻ പിടിച്ചോണ്ട് വരണത്. അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അറിയണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 ദിവസം കടലിൽ വരും ഞങ്ങൾ അവിടെ. അപ്പൊ നിങ്ങളൊന്നും ഇങ്ങനെ പറയൂല. അപ്പൊ നിങ്ങൾക്ക് ഏത് മുഴുത്ത മീൻ തന്നാലും രുചിയായിരിക്കും. ശ്രീമതി മണ്ടോദരി, അഡ്വക്കേറ്റ് സുഗതൻ പറയുന്നു, മൃതദേഹം അഴുകാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമാലിൻ എന്ന് പറയുന്ന രാസപദാർത്ഥമാണ് മത്സ്യം അഴുകാതിരിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നത്. ഇതിൽ വാസ്തവമുണ്ടോ? ഉണ്ട്. കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിൽ നിന്ന് ഞങ്ങൾ ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിക്കുകയുണ്ടായി. അതിൽ സോഡിയം ബെൻസോയേറ്റ്, ഫോർമാലിൻ, അമോണിയം തുടങ്ങിയ രാസവസ്തുക്കൾ ഉണ്ട് എന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ രാസവസ്തുക്കളുടെ രാസപ്രവർത്തനം മൂലമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടാക്കിയ മീൻകറി വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നതും ഈ സ്വർണത്തിന്റെ നിറം മാറുന്നതും. 100% നമ്മുടെ നാട്ടിൽ വരുന്ന മത്സ്യങ്ങളിൽ വിഷാംശം കലർന്നിട്ടുണ്ട്. നിങ്ങൾ സൗകര്യം വാങ്ങിച്ചാൽ മതി. ഇവിടെ ആരൊക്കെ നിർബന്ധം? നിങ്ങളെ മീൻ തിന്നാലേ നിങ്ങൾ ജീവിക്കുള്ളൂ ഇവിടെ ആരെങ്കിലും പറഞ്ഞു? ഒരു നിർബന്ധമല്ല നിങ്ങളൊക്കെ മീൻ തിന്നണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്യാൻസറിനെ വിളിച്ചു വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ദഹനേന്ദ്രിയ വ്യവസ്ഥ, കരൾ, വൃക്ക ഇവയൊക്കെ തകരാറിലാകും. മത്സ്യത്തിൽ വിഷാംശം, രാസപദാർത്ഥങ്ങൾ കലർത്തിയിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ആക്ഷനാണ് പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്? അതായത് ഈ മത്സ്യത്തിലെ വിഷാംശം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രിപ്പുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് താമസിയാതെ തന്നെ വിപണിയിൽ ലഭ്യമാകും. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഈ മത്സ്യത്തിൽ വിഷാംശം ഉണ്ടോ എന്ന് നിമിഷങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് ആൾക്കാർക്ക് സ്ലിപ്പ് കൊടുത്തിട്ട് അവരിത് പരിശോധിക്കണം എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഞാനാണ്. പിന്നെ എന്തിനാണ് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും എന്തിനാണ് ഇവർക്ക് ശമ്പളം കൊടുക്കണേ? ഞങ്ങൾ ഇവിടെ ടാക്സ് അടക്കണം എന്തിനാണ്? അതിൽ ഞാനില്ല. അല്ല, ഞങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായി ജോലി എടുത്തിട്ടാണ്. ഈ ഭക്ഷണ സാധനങ്ങൾ കണ്ണിൽ കണ്ട പട്ടാണി കടലിൽ പച്ച മുക്കിയിട്ട് വരിക, പച്ചപ്പയറിന് മുകളിൽ പച്ച മുക്കിയിട്ട് വരിക, ഇതൊക്കെ കണ്ണിൽ ഇവിടെ ആൾക്കാർ. ഞാൻ പച്ച എടുത്തിട്ട് പറയല്ല, ഉള്ള കാര്യം ഞാൻ പറയാം. ഇവിടെ അരി വരെ ഇവിടെ മറ്റേ മട്ടരിയാണെന്നും പറഞ്ഞിട്ട് മറ്റേ എന്താ നിലത്ത് തേക്കണ ചുവന്ന പെയിന്റ് തേച്ചിട്ട് ഇവിടെ അരി വരുന്നുണ്ട് എന്നാ പറയണത് ഇപ്പൊ. എന്നിട്ട് ഇതൊക്കെ ആൾക്കാർ തിരിച്ചിട്ടൊന്നും സർക്കാർ അറിയില്ല എന്നാ പറഞ്ഞത്. അതിക്ക് മനസ്സിലായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇത് അറിയണില്ലേ? എന്താ ഇവർ ഇവിടെ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഈ ടാക്സ് ഇങ്ങനെ മേടിച്ചിട്ട് ശമ്പളം മേടിച്ച് അമുക്കാന്നല്ലാണ്ട് എന്താ അവര് ചെയ്തിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളിലും ഞങ്ങൾ റെയ്ഡ് നടത്തുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കി. എനിക്കത് വർത്താനം പറയാനുണ്ട്. അത് പറഞ്ഞു തീർന്നിട്ട് അടുത്തേക്ക് പോയാൽ പോരെ? ഞാൻ 10-15 വർഷം ഗൾഫിൽ മറ്റേ മീൻ മാർക്കറ്റിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. അവിടെ ഒരു സാധനം ഇച്ചാതി സാധനം വന്ന ആളിനെ അപ്പൊ തൂക്കി കൊല്ലും. ആ ജാതി നിയമമാണ് അവിടെ. ഇവിടെ എന്ത് നിയമമാണ്? നിങ്ങൾ അറബിക്കടലിലെ കാര്യം പറയാതെ ഇവിടുത്തെ കടലിലെ കാര്യം പറയാം. ഇവിടുത്തെ കടലിലെ കാര്യം പറയാം.